മിഷേൽ പ്രിയപ്പെട്ടവരെ, അശാന്തി നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല കാരണങ്ങളാലും അശാന്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അശാന്തി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അഥവാ സമാധാനം എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. സമാധാനം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് യേശു എങ്ങനെയാണ് അരുൾ ചെയ്തത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം തിരുവചനം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തലം ഒന്ന് ഉയരുകയാണ്. അതെന്താണ്? നമ്മൾ ദൈവപുത്രരായിട്ട് മാറുകയാണ്. അപ്പോൾ സമാധാനം സ്ഥാപിക്കുക എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് പ്രധാനമായും വിശ്വാസം വഴിയാണ്. സമാധാനം സ്ഥാപിക്കേണ്ടത് ആദ്യം എന്നിൽ തന്നെ, കുടുംബത്തിൽ, സമൂഹത്തിൽ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദൈവത്തിലും ദൈവപുത്രനായ യേശു ക്രിസ്തുവിലും വിശ്വസിക്കണം. ഇതിനെക്കുറിച്ച് യേശു എങ്ങനെയാണ് അരുൾ ചെയ്യുന്നത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യോഹന്നാൻ 14:1. അപ്പോൾ അശാന്തി, അസ്വസ്ഥത അവയെ നമ്മൾ കീഴ്പ്പെടുത്തുന്നത് വിശ്വാസം വഴിയാണ്. ദൈവത്തിലുള്ള വിശ്വാസം വഴിയാണ്. ദൈവപുത്രനായ യേശുവിലൂടെ, അഥവാ വചനത്തിലുള്ള വിശ്വാസത്തിലൂടെയാണ്. ഇനി നമുക്ക് നോക്കാം, ഇങ്ങനെ സമാധാനത്തിലായിരിക്കുന്നവർക്കുള്ള സൗഭാഗ്യങ്ങൾ എന്തെന്ന് നോക്കാം. അപ്പോൾ സമാധാനം സ്ഥാപിക്കാൻ അറിയാവുന്നവർ സൗഭാഗ്യവാന്മാരാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവമക്കളാകുമെന്നത്. അതുകൊണ്ട് തീരുന്നില്ല. വിജയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരാൻ സമാധാനം കാരണമാകുന്നു. നോക്കൂ, പുറപ്പാട് 14:14. അവിടെ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളൂ. അപ്പോൾ ശത്രുരാജ്യത്തിൻ്റെ അട്ടഹാസങ്ങളോ കാഹളങ്ങളോ കേട്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ യുദ്ധം വരുമ്പോൾ ആരാണ് സമാധാനത്തിലായിരിക്കുക? അപ്പോൾ അവിടെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്നിൽ വിശ്വസിച്ച് എൻ്റെ വചനം ശ്രവിച്ച് നിങ്ങൾ സമാധാനം അടയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് ഇസ്രായേൽ എപ്പോഴും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ദൈവാരാധന നടത്തിയിരുന്നു, ദൈവത്തെ വാഴ്ത്തിയിരുന്നു. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നൊരു കാര്യമാണ്. സങ്കീർത്തനം 81 ഇസ്രായേലിന് ഒരു ചട്ടം നൽകപ്പെടുന്നു, ഒരു പ്രമാണം നൽകപ്പെടുന്നു നമുക്ക് കാണാൻ പറ്റും. 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണും. അവിടെ പറയുകയാണ്, നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ, യാക്കോബിൻ്റെ ദൈവത്തിനെ ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ എന്ന് പറഞ്ഞു തുടങ്ങി അവസാനിക്കുന്നത് എങ്ങനെയാണ്? 4-ാമത്തെ വചനം, എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. അപ്പോൾ ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ ആരാധിക്കുക എന്നത് ഇസ്രായേലിനൊരു ചട്ടവും പ്രമാണവുമാണ്. എന്തിനാണത്? സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി. അങ്ങനെ അവർ സമാധാനം സ്ഥാപിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ദൈവം ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സമാധാനം സ്ഥാപിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ ആ യുദ്ധത്തിന് ഇറങ്ങിക്കോളും. അഥവാ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമുക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തിത്തരും. അപ്പം നമ്മൾ സമാധാനം സ്ഥാപിക്കാൻ പഠിച്ചിരിക്കണം. ദൈവാരാധന എന്ന് പറയുമ്പോൾ ദൈവാരാധനയുടെ പല മേഖലയിലേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവാരാധനയിലെ പ്രഥമമായ കാര്യം നന്ദി പറയുക എന്നതാണ്. എല്ലാറ്റിനെ കുറിച്ച് നന്ദി പറയുമ്പോൾ ആ മേഖലകളിലേക്കെല്ലാം ദൈവശക്തി ഇറങ്ങി വരും. കാരണം നന്ദി പ്രാർത്ഥന ഒരു ബന്ധം സ്ഥാപിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവവും മനുഷ്യനുമായിട്ട്, ദൈവവും ദാനവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. ആ ബന്ധത്തിലൂടെ ദൈവശക്തി ഇറങ്ങി വരും. ആ കാര്യങ്ങൾ ദൈവശക്തിയാൽ നിയന്ത്രിക്കപ്പെടും, നയിക്കപ്പെടും. അത് വിജയത്തിന് കാരണമാകും. അതുകൊണ്ട് ദൈവാരാധനയുടെ പ്രഥമ ഭാഗം നന്ദി പറയലാണ്. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി എന്നാണ് സങ്കീർത്തനം 50:14 പറയുന്നത്. അതുകൊണ്ട് കൃതജ്ഞത അർപ്പിക്കുക ദൈവാരാധനയുടെ പ്രഥമമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടേതായ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, വ്യക്തികളെക്കുറിച്ചും, സാഹചര്യങ്ങളെക്കുറിച്ചും, ജോലിയെക്കുറിച്ചും, വരുമാനത്തെക്കുറിച്ചും, വാഹനങ്ങളെക്കുറിച്ചും എല്ലാം നന്ദി പറയുന്ന ഒരു നല്ല സ്വഭാവം നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തേതാണ് സ്തുതിക്കുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അപ്പോൾ ദൈവത്തെ വാഴ്ത്തുക, അത് ചട്ടമായിട്ട് പറയപ്പെടുന്നു. അപ്പം നന്ദിയും സ്തുതിയും. പിന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്നതാണ് സമർപ്പണം.
ഇതെൻ്റെ കഴിവിനപ്പുറത്തായതുകൊണ്ടാണ് എനിക്ക് അസ്വസ്ഥത, അശാന്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏത് കാര്യമാണോ എനിക്ക് അസ്വസ്ഥതയ്ക്ക് നിദാനമാകുന്നത് അത് ഞാൻ സമർപ്പണം ചെയ്യണം. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ ഇഷ്ടത്തമ്മേ കുരുങ്ങിക്കിടക്കാതിരിക്കാൻ സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ആരാധനയിൽ വളരെ അത്യാവശ്യമായ കാര്യമാണ് അനുതാപം. ആവശ്യമുണ്ട്. അനുതാപമില്ലാത്ത ജീവിതത്തിൽ ദൈവം സമാധാനം നൽകിയാലും കുറച്ച് സമയം കഴിഞ്ഞാൽ ആ സമാധാനം ആവിയായി പോകും. എന്നുവെച്ചാൽ നഷ്ടപ്പെടും. പള്ളിയിൽ ചെന്നു വചനം കേട്ടു കുറച്ചൊക്കെ വലിയ സന്തോഷമായി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നു, വീട്ടിൽ വന്ന് ഇതാ വീണ്ടും അസ്വസ്ഥരാകുന്നു. ഇതിന് കാരണം നമ്മൾ വേണ്ട പോലെ അനുദപിക്കാത്തത് കൊണ്ടാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കൃപ നഷ്ടപ്പെടുക. ഒന്ന്, അനുതാപമില്ലാത്ത മനസ്സ്. ചെയ്ത പാപമൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, അതായത് ദുശ്ശീലങ്ങൾ, പൊതുവെ അതാണ് ആളുകൾ ശരിയാണെന്ന് പറയുന്നത്. പാപം ആരും അറിയാതിരിക്കാൻ രഹസ്യത്തിൽ ചെയ്യും. എന്നാൽ ദുശ്ശീലമാകട്ടെ അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരസ്യമായി ചെയ്യും. പ്രിയപ്പെട്ടവർ, നമ്മൾ ശരിയാണെന്ന് സ്ഥാപിച്ചാലും ശരിയല്ലാത്ത കാര്യം ശരിയല്ലെന്ന് ഇന്നല്ലെങ്കിൽ നാളെ തെളിയും. അതുകൊണ്ട് നമ്മൾ പാപത്തെക്കുറിച്ച് അനുദപിക്കണം. ഹല്ലേലൂയ. ഏത് ചെറിയ പാപത്തെക്കുറിച്ച് അനുദപിക്കുമ്പോൾ അത് നമ്മളിൽ വിട്ടുപോക്കോളും. യേശുവിൽ വിശ്വസിക്കണം. അതുകൊണ്ട് യേശു ഇങ്ങനെയാണ് പറയുന്നത്: സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ശുദ്ധ മനസ്സും ശുദ്ധ ഹൃദയവും നമ്മൾ കൊണ്ട് നടക്കണം. അതായത് പാപത്തിൽ നിന്ന് ദൂരെ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് സമാധാനം കൈവരും. അപ്പോൾ അനുദപിക്കുക, കുമ്പസാരത്തിൽ ഏറ്റുപറയും. എന്തുകൊണ്ടാണ്? കുറ്റം ഏറ്റുപറയുന്നതിന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അതുകൊണ്ട് കുമ്പസാരത്തിലേക്ക് ഏറ്റുപറയുന്നവർക്ക് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരില്ല. ഹല്ലേലൂയ. അതിന്ന് മോചനം കിട്ടും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കൃപ നഷ്ടപ്പെടുന്ന കാര്യമാണ് വെറുപ്പ്. നമ്മൾ ആരെങ്കിലും വെറുക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെടുകയാണ്. ഒരു ബക്കറ്റിന് അടിയിൽ ദ്വാരങ്ങളുണ്ടായാൽ അതിൽ വെള്ളം നിൽക്കില്ല. ഇതുപോലെ വെറുപ്പുള്ള മനസ്സിൽ കൃപ നിൽക്കുകയില്ല. അത് നമുക്ക് ആര് പ്രാർത്ഥിച്ച് തന്നാലും അത് കുറച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ക്ഷമിക്കേണ്ടത്. എത്രയും വേഗം ക്ഷമിച്ചുകൊള്ളുക. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകുകയും നാം സ്വീകരിക്കുന്ന കൃപ ദീർഘസമയത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. കൃപ നിലനിൽക്കുന്നതിൻ്റെ അടയാളമാണ് സമാധാനം. അതുകൊണ്ട് ജ്ഞാനികൾ എന്ത് ചെയ്യും? അസ്വസ്ഥരാണെന്ന് കണ്ടാൽ ഉടനെ പ്രാർത്ഥിക്കാനായിട്ട് പോകും. അവർ ഉടനെ പ്രാർത്ഥന മുറിയിലേക്ക് പ്രവേശിക്കും. ഉടനെ കൊന്തയിടും. ഉടനെ അവർ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങും. അവർക്കറിയാം, ഇത് എൻ്റെ ശക്തിക്ക് അതീതമാണ്, എനിക്ക് ദൈവസഹായം ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് അസ്വസ്ഥരായി കഴിഞ്ഞാൽ ജ്ഞാനികളും ചെയ്യുന്ന കാര്യം പ്രാർത്ഥനയാണ്. ജ്ഞാനികൾക്കും വിശുദ്ധർക്കും അസ്വസ്ഥത ഉണ്ടാവും കേട്ടോ. നമ്മൾ വിചാരിക്കരുത് പാപമില്ലാതെ വരുമ്പോൾ, വെറുപ്പില്ലാതെ വരുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല. അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. കാരണം നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്തുള്ള എല്ലാ കാര്യവും നമുക്ക് അസ്വസ്ഥത നൽകും. യേശു പൂർണ്ണ മനുഷ്യനായിട്ട് ഗെത്സമനി തോട്ടത്തിൽ വിലപിക്കുന്നുണ്ട്, പര്യാകുലനാകുന്നുണ്ട്, അസ്വസ്ഥപ്പെടുന്നു. അവിടെ യേശു കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ ആ അശാന്തിയെ തകർക്കുകയാണ്. ആശാന്തിയുടെ മേൽ വിജയം സ്ഥാപിക്കുകയാണ്. സമാധാനത്തോടുകൂടി യേശു അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. വരുവിൻ, നമുക്കിവിടെ നിന്ന് പോകാം. നോക്കൂ, യേശു നമുക്ക് കാണിച്ചു തന്നത് സമ്പൂർണ്ണ സമർപ്പണമാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഈ പ്രാർത്ഥന സമാധാനം സ്ഥാപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ നമ്മൾ ജ്ഞാനത്തിൻ്റെ ഏതൊരു പ്രാർത്ഥനയും സമാധാനം സ്ഥാപിക്കും. നന്ദി പറഞ്ഞാൽ സമാധാനം ഉണ്ടാകും. ദൈവത്തെ വാഴ്ത്തുമ്പോൾ സമാധാനം ഉണ്ടാകും. സമർപ്പണം ചെയ്യുമ്പോൾ സമാധാനം ഉണ്ടാകും. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ സമാധാനം ഉണ്ടാകും. പാപത്തെക്കുറിച്ച് അനുദപിക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. ശത്രുക്കളോട് ക്ഷമിക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. അങ്ങനെ നമ്മൾ സമാധാനത്തിൽ എത്തിച്ചേർന്നാൽ തിരിച്ചറിയണം, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളും. അതാണ് നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, ദൈവകർത്ത നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും എന്ന വാക്കിൻ്റെ അർത്ഥം, വചനത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനം സ്ഥാപിക്കാം. വീണ്ടും ഒരു പ്രാർത്ഥനയുണ്ട്, അത് വിശ്വാസം ഏറ്റു പറയുക എന്നാണ്. വിശ്വാസം ഏറ്റു പറയുന്നവർക്കും സമാധാനം ലഭിക്കും. കാരണം വിശ്വാസം ഏറ്റു പറയുന്നത് ഒരു നീതിയുടെ പ്രവൃത്തിയാണ്. യേശു പറയുന്നുണ്ട്, എന്നെ ഏറ്റു പറയുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റു പറയും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്?
മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്നാപിതാൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. അപ്പോൾ വിശ്വാസം ഏറ്റു പറയുന്നവർക്ക് ദൈവം സഹായം നൽകും, ദൈവസഹായം അവർക്ക് ലഭിക്കും. അതുകൊണ്ട് വിശ്വാസം ഏറ്റു പറയുക എന്നതും ഒരു ജ്ഞാനത്തിൻ്റെ പ്രാർത്ഥനയാണ്, സമാധാനം സ്ഥാപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം നമ്മൾ ഒരു അരമണിക്കൂർ ചെലവഴിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സമാധാനം ഉണ്ടാകും. ആ സമാധാനം സത്യസമാധാനമാണ്. പ്രാർത്ഥനയുടെ കരഗതമാകുന്ന സമാധാനം ദൈവം നമ്മളോട് പറയുന്ന വചനം തന്നെയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കരമുണ്ട്, ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവം സഹായിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് സമാധാനം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രവിക്കാൻ തയ്യാറാണ്. അല്പം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഭിവൃദ്ധി ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം കൂടി, എങ്ങനെയാണ് അഭിവൃദ്ധി കൈവരുന്നത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന പല കാര്യങ്ങളും നമ്മൾ കാണും. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നും, ചിന്തിച്ച് അസ്വസ്ഥപ്പെടും. ചിന്തിക്കണം, അസ്വസ്ഥപ്പെടണം. എന്നിട്ട് നമ്മൾ അതുമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, വചനങ്ങൾ അർപ്പിക്കണം, വിശ്വാസം ഏറ്റു പറയണം, നന്ദി പറയണം, വാഴ്ത്തണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, സമാധാനം കൈവരുന്ന് കാണാൻ പറ്റും. ആ സമാധാനം നമ്മെ സഹായിക്കുന്ന സമാധാനമാണ്. നമ്മൾ ഏത് മേഖലയിലാണ് അസ്വസ്ഥപ്പെട്ടത് അവിടേക്ക് ദൈവം വചനം അയച്ചു എന്നതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് പ്രാർത്ഥനയുടെ കരഗതമാകുന്ന സമാധാനം. അതുകൊണ്ട് അസ്വസ്ഥരാകുന്നവരെ ഓർക്കണം, ഞാൻ ശരിയായ പാതയിലാണ്. പ്രാർത്ഥനയുണ്ടെങ്കിൽ, സമർപ്പണമുണ്ടെങ്കിൽ, ദൈവത്തെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ, നന്ദി പറയുന്നുണ്ടെങ്കിൽ ഞാൻ ശരിയായ പാതയിലാണ്. അപ്പോൾ സമാധാനം കൈവരും. അതാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ആധുനിക കാലത്ത് കണ്ടുവരുന്നത് അസ്വസ്ഥരാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ചിന്തിക്കാതിരിക്കണമെന്നാണ് ചിലർ പറയുന്നത്. ചിന്തിക്കണം, വരുമാനായാലും ചിന്തിക്കണം. അതിനുശേഷം നമ്മൾ അതുമായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കടന്നു വരും. ശാന്തമാകുക, ഇത് ഞാനാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന സമാധാനം സത്യസമാധാനമാണ്. അത് അഭിവൃദ്ധി കൊണ്ടുവന്നു തരും. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരാണ് സമൂഹത്തിൽ അഭിവൃദ്ധി ഉളവാക്കുന്നവർ. ഹല്ലേലൂയ. ചിന്തിക്കാതെ നടക്കുന്നവർക്ക് സമൂഹത്തെ വളർത്താൻ കഴിയില്ല. ഒരു പക്ഷേ ചിന്തിക്കാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് അശാന്തി ഉളവാകാതിരിക്കാം, അതുകൊണ്ടുള്ള നേരിയ ഗുണങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. പിന്നീട് അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർ എന്ത് ചെയ്യും? അതുകൊണ്ട് ചിന്തിക്കരുത് എന്നതല്ല ശാന്തിയുടെ മാർഗം. ശാന്തിയുടെ നീ ചിന്തിക്കണം, നീ നിൻ്റെ വരുമാനമായി ചിന്തിക്കണം, ദൈവസന്നിധിയിലേക്ക് അസ്വസ്ഥമായി കടന്നു വരണം. അതുമായി അവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ആ സമാധാനം സത്യസമാധാനമാണ്. അത് നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടങ്ങളിൽ നിന്നും ദൈവം സഹായിക്കാൻ തുടങ്ങും. അത് ദൈവത്തിൻ്റെ സഹായമാണ്. മനുഷ്യരിലൂടെ ആയിരിക്കാം, അത്ഭുതകരമായിട്ടായിരിക്കാം, പക്ഷേ അത് ദൈവം നൽകുന്ന സഹായമായി കണ്ട് നാം ദൈവത്തിന് നന്ദി പറയുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ യോഗ്യരായിത്തീരുന്നു. എന്തെന്നാൽ യേശു എങ്ങനെ അരുൾ ചെയ്തു? ഉള്ളവന് വീണ്ടും നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. ദൈവനാമം ഏവരെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.